വണ്ടി മാരുതി ബ്രെസയാണ്. ബ്രീസ 2018 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് പുള്ളിങ് കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളിങ് അത്യാവശ്യം ഉണ്ട് എങ്കിലും ആ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പുള്ളിങ് ഇതിനകത്ത് ഇല്ല. കസ്റ്റമർ പറയുന്നത് അത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല കസ്റ്റമർക്ക് വേറൊരു കംപ്ലയിൻറ്റ് സെക്കൻഡിൽ നിന്ന് തേർഡ് വരുമ്പോൾ ഒരു ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഓടിക്കുമ്പോൾ ആ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ കസ്റ്റമറിനെ ഒന്നുകൂടെ ഇരുത്തിയിട്ട് വേണം, ഇത് ഈ പണികൾ കഴിഞ്ഞിട്ട് കസ്റ്റമറിനെ ഒന്നുകൂടെ ഇരുത്തിയിട്ട് വേണം അത് കൺഫേം ആക്കാനായിട്ട്. അല്ലാതെ ടൈറ്റോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. പുള്ളിങ് കുറവായിട്ട് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതുവരെ കമ്പനി സർവീസാണ്. പക്ഷേ ഇതുവരെ EGR മാനിഫോൾഡോ ഒന്നും അഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ല. ഓരോ 30,000 കിലോമീറ്ററിൽ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് വരുന്നൊരു പുള്ളിങ്ങിൻ്റെ കുറവാണ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല. ഈ വണ്ടി എണിച്ച് പോകുമ്പോഴും അതുപോലെ ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് പുറത്തേക്ക് തള്ളുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ EGR മാനിഫോൾഡ് അഴിച്ച് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് പക്ക സോൾവ് ആകും. അതുപോലെ ഇൻ്റർകൂളർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അതിന് നമ്മളിപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തേർഡ് ഗിയറിൻ്റെ പ്രശ്നം എനിക്ക് കിട്ടിയിട്ടില്ല. അത് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ വർക്കുകൾ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. വേറെ സർവീസിൻ്റെ ഭാഗമായി ഒന്നുമില്ല. ഈ ഒരു കംപ്ലയിൻറ്റ് മാത്രമേ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം നല്ല പോലെ തന്നെ ബ്ലോക്കുണ്ട് കേട്ടോ, ബ്ലോക്കുണ്ട്. ഞാൻ അഴിച്ചിട്ട് പ്രത്യേകം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ മാനിഫോൾഡ് അഴിക്കുന്നുണ്ട്. അതിൻ്റെ പൈപ്പ്, ടർബിൻ്റെ പൈപ്പ് നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതും കൂടെ അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്നുള്ളത്. ഡീസൽ വണ്ടികൾക്ക് എപ്പോഴും ഏകദേശം ഈ ഒരു കിലോമീറ്റർ 30,000 കിലോമീറ്ററിൽ ഫ്രഷ് ആണെങ്കിലും ശരി, വണ്ടി പുതിയ വണ്ടി എടുത്താണെങ്കിലും ശരി, 30,000 കിലോമീറ്റർ ഓടിയാൽ ഇതൊന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വണ്ടിക്ക് കുറച്ച് ലൈഫ് ഉണ്ടാവും. ഇപ്പോൾ പുതിയ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാതെ എല്ലാ 30,000 അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയാലും ആ ലേബറല്ലേ പോവുള്ളൂ. പാർട്സ് ഒന്നും വേണ്ടല്ലോ ഇതിനകത്ത്, ലേബർ മാത്രമല്ലേ വരുന്നുള്ളൂ. അഴിച്ച് ക്ലീൻ ചെയ്ത് അത്രയും ഇതാവും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അഴിക്കാണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം ഒരു 1 ലക്ഷം 1.5 ലക്ഷം കിലോമീറ്റർ വരെ നമ്മൾ അഴിക്കാണ്ട് അങ്ങനെ വിടും. ഒരു 80,000 കിലോമീറ്റർ വരെയെങ്കിലും നമ്മൾ അഴിക്കാണ്ട് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അഴിക്കുമ്പോഴാണ് ആ മാനിഫോൾഡ് ബോൾട്ട് പൊട്ടുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60,000-70,000 കിലോമീറ്റർ കഴിയണം. എന്നാൽ മാത്രമേ നമുക്ക് പുള്ളിങ്ങിൻ്റെ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. അതുവരെ നമുക്കൊന്നും തോന്നില്ല, വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ഈ 70,000-80,000 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ പുള്ളിങ്ങിൻ്റെ പ്രശ്നം പറയുമ്പോൾ കമ്പനിയിലാണെങ്കിൽ ശരി, പുറത്തുള്ള വർക്ക്ഷോപ്പിലാണെങ്കിൽ ശരി കൊണ്ടുപോയി അപ്പോഴാണ് ഈ ബോൾട്ട് ഇരുന്നിരുന്ന് റെസ്റ്റായി പിടിച്ച് തുരുമ്പ് പിടിച്ചിട്ട് പൊട്ടാൻ സാധ്യത കൂടുതലാകുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഹെഡ് ഇറക്കണം എന്നുള്ള രീതിക്കാവും അത്. പക്ഷേ കറക്റ്റ് 30,000 ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അഴിക്കുന്ന ബോൾട്ട് ഒന്നിലെ മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ അഴിക്കുന്ന ബോൾട്ട് ഗ്രീസ് ചെയ്തിട്ട് കയറ്റുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് എല്ലാ 30,000 പക്കയായിട്ട് നമുക്ക് അഴിച്ച് സർവീസ് ചെയ്ത് വണ്ടി പക്ക മെയിൻറ്റൈൻഡ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഇല്ലാത്ത പക്ഷമാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എങ്ങനെ ഈ ബോൾട്ട് പൊട്ടുമോ എന്നുള്ളൊരു പേടി. കമ്പനിയിലാണെങ്കിലും ആദ്യം പറയുന്നത് മാനിഫോൾഡ്, ഇത് നമ്മൾ മാനിഫോൾഡ് EGR ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അപ്രൂവൽ എടുക്കുന്നത് ഹെഡിൻ്റെ കൂടെ അപ്രൂവൽ ആയിട്ടായിട്ട് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് കൂടെ ഇറക്കേണ്ടി വരും എന്നുള്ള രീതിക്കാണ് അപ്രൂവൽ എടുക്കുക. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്താലേ പറ്റുള്ളൂ. ഏകദേശം ഒരു 30,000 കിലോമീറ്ററിൽ EGR മാനിഫോൾഡ് അയച്ച് ക്ലീൻ ചെയ്താൽ ബോൾട്ടും പൊട്ടില്ല, ഒന്നും പൊട്ടില്ല. നമുക്ക് എല്ലാ ഇതിലും സർവീസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് കറക്റ്റ് ഈ മാനിഫോൾഡ് അയച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലെ ബോൾട്ടൊക്കെ 20 രൂപ 30 രൂപ വിലയെ വരുന്നുള്ളൂ ബോൾട്ട്. 4-5 ബോൾട്ട് വരുന്നുണ്ട്. ആ ബോൾട്ടിനെ പിടിച്ച് മാറ്റി വിട്ടിട്ട് വലിയ ലോങ് ബോൾട്ട് മാത്രം മാറ്റി മതി. ഷോർട്ട് ബോൾട്ട്, ചെറിയ ബോൾട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ലോങ് ബോൾട്ടാണ് കൂടുതലും പൊട്ടുക. അപ്പോൾ ആ ലോങ് ബോൾട്ട് മാത്രം മാറ്റി വിട്ടാൽ മതി. മാറ്റി വിട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്നുള്ളൂ. 3 ലക്ഷം കിലോമീറ്റർ ആയാലും വണ്ടിക്ക് ഒന്നും സംഭവിക്കില്ല. വണ്ടി എപ്പോഴും ആ ഒരു ഫ്രഷ്നെസ്സിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ വണ്ടിയാണെങ്കിൽ 30,000 കിലോമീറ്ററിൽ EGR മാനിഫോൾഡ് എല്ലാം 30,000. ഇനിയിപ്പോൾ കമ്പനി പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും, കമ്പനി നിങ്ങളോട് റെക്കമെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ കറക്റ്റ് നിങ്ങളുടെ വണ്ടി കൊട്ടാജെറ്റ് എഞ്ചിനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും ശരി, ഒരു ഡീസൽ വണ്ടി ഏതാണെങ്കിലും നിങ്ങൾ 30,000 കിലോമീറ്ററിൽ EGR മാനിഫോൾഡ് അഴിച്ച് ക്ലീൻ ചെയ്യാൻ നിർബന്ധപ്പെടുക, ചെയ്യിപ്പിക്കുക. പുത്തൻ വണ്ടിയാണെങ്കിൽ ശരി, ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ക്ലിയർ ആയിരിക്കും. വണ്ടി ആ ഒരു ഫ്രഷ്നെസ്സിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ എന്തായാലും അഴിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മാനിഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് ബ്രീസയുടെ. എന്താ ഹെവി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാർബൺ ഉണ്ട്, ഉണ്ടല്ലേ? അല്ല, അതിൻ്റെ പൈപ്പ് ടർബോന്ന് വരുന്ന പൈപ്പ് EGR എല്ലാം അത്യാവശ്യം കാർബൺ ഉണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റും ക്ലീൻ ചെയ്ത് കയറ്റാൻ. വർക്കിംഗ് എല്ലാം കറക്റ്റ് തന്നെയാണ്. 50,000 ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് കയറ്റാം. ഇപ്പോൾ നമ്മൾ EGR കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതില്ലേ എത്രത്തോളം ക്ലീനായിട്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ മാനിഫോൾഡും കംപ്ലീറ്റും
ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചതിനകത്ത് കയറ്റാം. നമ്മുടെ ബ്രീസയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തത് EGR മാനിഫോൾഡ് ഇൻ്റർകൂളർ ഇത് ക്ലീൻ ചെയ്ത് കയറ്റാണ് ചെയ്തത്. ഇപ്പോൾ തന്നെ വണ്ടി ഭയങ്കര സ്മൂത്തായിട്ടുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എന്താ പറയുക, നല്ല പുള്ളിങ്ങിന് നമുക്ക് ഫോർത്ത് ഗിയറിൽ തന്നെ ആക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എടുത്ത് അങ്ങനെ പോകുന്നൊരു ഫീൽ നല്ലതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഗിയർ ചേഞ്ചിങ് ഒന്നും വേണ്ട. അതിപ്പോൾ ഞാൻ ഫോർത്ത് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. ഫോർത്ത് ഗിയറിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പുള്ളിങ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഗിയറിലൊക്കെ ഇട്ട് വലിപ്പിക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു പുള്ളിങ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മറ്റേ EGR മാനിഫോൾഡ് എല്ലാം ക്ലീൻ ചെയ്ത നോസിലിൻ്റെ നോക്കിംഗ് സൗണ്ട് ഇച്ചിരി നമുക്ക് കൂടുതൽ പോലെ ഫീൽ ചെയ്യും. അത് കുറച്ച് ഒരു 10-50 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 500 കിലോമീറ്റർ ഏകദേശം ഓടുമ്പോഴത്തേക്കും ആ സൗണ്ട് പക്ക ക്ലിയർ ആവും. അപ്പോൾ അത്യാവശ്യം നല്ല പുള്ളിങ് ഉണ്ട് വണ്ടി. നേരത്തെ പോലെയല്ല, ഇത് ഫോർത്ത് ഗിയറിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം റേഞ്ച് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ആക്സേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം കയറി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. ഫിഫ്ത്തിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും അത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ 100-90-100 ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് തന്നെ മീറ്റർ നോക്കി അറിയാൻ പറ്റും എത്രത്തോളം സ്പീഡിലാണ് കയറി പോകണമെന്നുള്ളത്. നേരത്തെ എങ്ങനെയല്ല. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗാണ്. വണ്ടി കയറും, വണ്ടി സ്പീഡുണ്ട്, എല്ലാം ഉണ്ട്, പുള്ളിങ് ഉണ്ട്. പക്ഷേ ലാഗാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 സെക്കൻഡ് കൊണ്ട് കയറേണ്ടത് ഒരു 2.5 സെക്കൻഡ് കൊണ്ടാണ് വണ്ടി കയറുന്നത്. ആ ഒരു ഫീലിംഗ് നമുക്ക് നല്ലോണം അനുഭവപ്പെടും. അപ്പോൾ എല്ലാ 30,000 നമുക്ക് EGR ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എപ്പോഴും ഒരു ഫ്രഷ്നെസ് വണ്ടിക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അല്ലാതെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോൾട്ട് പൊട്ടും, മാനിഫോൾഡ് പൊട്ടും, ബെഡ് അഴിക്കണം, അത് ഇതെന്നൊക്കെ പറയുന്നത്. എല്ലാ 30,000 ഷെഡ്യൂൾഡ് ഡീസൽ വണ്ടി എല്ലാ വണ്ടിയും നമുക്ക് അന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാകും. എന്താ വെച്ചാൽ കാർബൺ ഡെപ്പോസിറ്റ് എല്ലാ വണ്ടിയിലും ഉണ്ടാവും. ഏതിലും ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കമ്പനിക്കാർ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ചെയ്ത് ക്ലിയർ ആക്കുക തന്നെ വേണം. ക്ലിയർ ആക്കിയാൽ തന്നെ അത് കറക്റ്റ് ആവുള്ളൂ. പിന്നെ കസ്റ്റമറുടെ വേറൊരു കംപ്ലയിൻറ്റ് ഉണ്ടായത് തേർഡ് ഗിയർ ടൈറ്റ് എന്നാണ്. ആ ഒരു ടൈറ്റ് നമുക്കിതിനകത്ത് ഇത്ര നേരമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഈ കസ്റ്റമറിനെ ഇരുത്തി ഒന്ന് ഓടിച്ച് നമുക്കത് പറഞ്ഞു കൊടുക്കണം. കംപ്ലയിൻറ്റ് ഇല്ലാത്തതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞൊന്നും മേടിക്കാനും പറ്റില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അത് കസ്റ്റമറിനെ ഇരുത്തി നമ്മൾ ഓടിച്ച് എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് കാര്യം കറക്റ്റ് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ വണ്ടി വിട്ടു വന്ന് കസ്റ്റമർ പോവുക ചെയ്തത്. എനിക്ക് ആളെ ഇരുത്തി ഓടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ ഡ്രൈവിങ് എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ആളെ ഇരുത്തി ഓടിച്ചാലേ നമുക്ക് അവർക്ക് എന്താണ് അനുഭവപ്പെടുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല ഇതിനകത്ത്. നമ്മൾ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു രീതിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊരു ടൈറ്റ് ഇതിനകത്ത് നമുക്ക് ഫീൽ ആകുന്നില്ല. തേർഡിന്ന് സെക്കൻഡിൽ നിന്ന് തേർഡായാലും ശരി, ഫോർത്ത് നിന്ന് തേർഡിലേക്ക് വരുമ്പോഴാണെങ്കിലും ശരി, എനിക്കൊരു കുഴപ്പം ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല, ടൈറ്റ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ കസ്റ്റമർ പറഞ്ഞത് ഡിക്കി ഓപ്പൺ ആകുന്നില്ല എന്നാണ്. എന്താ പോണ പോക്ക്, ഡിക്കി ഓപ്പൺ ആകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് കറക്റ്റായിട്ട് ഓപ്പൺ ആകുന്നുണ്ട്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന മോഡൽ വണ്ടികൾക്കൊക്കെ ഡബിൾ ലോക്ക് അൺലോക്ക് ചെയ്താൽ തന്നെ ബാക്കിയുള്ള ഡോറുകളും ഡിക്കികളും ഓപ്പൺ ആവുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ഓപ്പൺ ആകില്ല എന്ന് പറഞ്ഞത് നമുക്കൊന്നുകൂടെ ഒന്ന് കസ്റ്റമറുടെ അടുത്ത് വിളിച്ച് ചോദിക്കണം. ഡിക്കി ഓപ്പൺ ആകുന്നില്ല എന്നാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. പക്ഷേങ്കിൽ ഡബിൾ അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിക്കി ഓപ്പൺ ആവുള്ളൂ ഇതിനകത്ത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം കസ്റ്റമർക്ക്. ഇപ്പോൾ പുള്ളിങ്ങയുടെ കാര്യം എന്താ പറയുക, അത് കസ്റ്റമർ ഓടിക്കുമ്പോൾ ആൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഞാൻ എത്രത്തോളം പറഞ്ഞാൽ അത് പറയുന്ന വാക്കുകൾ മാത്രമാണ്, അത് അനുഭവിച്ചാലേ കാര്യങ്ങൾ കറക്റ്റ് അറിയുള്ളൂ. അപ്പോൾ കസ്റ്റമർ അത് കറക്റ്റായിട്ട് ഓടിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും എത്രത്തോളം പെർഫോമൻസ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും